ട്രംപ് അധികാരത്തിൽ വന്നിട്ട് കഷ്ടിച്ചൊന്നര മാസമാവുന്നതേ ഉള്ളൂ. ലോകത്ത് ഒരുപാട് ഛിദ്രശക്തികളുടെ അടിവേരറക്കുന്ന പണിയാണ് ട്രംപ് തുടങ്ങിയത്. പ്രധാനമായും ഡീപ് സ്റ്റേറ്റ് വല്ലാത്ത ആശങ്കയിലാണ്. എപ്പോഴാണ് കടപുഴക്കി വിടുക എന്നറിയില്ല. അപ്പോൾ മൂലക്കല്ല് വലിച്ചൂരുന്ന പണിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ സമ്പദ്ഘടനയെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോൾ ഫോർട്ട് നോക്സിലെ സ്വർണ്ണ നിക്ഷേപം, ആ നിധി തുറക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുക. അവിടെ ഏതാണ്ട് 4500 ടൺ സ്വർണ്ണം ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. 51 ശേഷം 70കളിൽ ഒരു അവലോകനം എന്നതല്ലാതെ 51 വർഷമായിട്ട് അത് തുറന്നിട്ടില്ല. അതിപ്പോൾ തുറക്കാൻ പോവാം. നമ്മുടെ നിലവറ പോലെ അതുകൂടെ തുറന്നു കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും ഡീപ് സ്റ്റേറ്റിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അതുവഴി അടയുന്ന തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നൊക്കെയാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അപ്പോൾ ട്രംപ് ഇനി മുന്നോട്ട് പോയാൽ 4 വർഷം കൂടി തുടർന്നാൽ വലിയ ആപത്താണെന്ന് ഒരുപാട് പേർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ട്രംപ് എങ്ങനെയെങ്കിലും ഇല്ലാതായാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം അനുദിനം കൂടി വരിക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ട്രംപിന് എന്തോ ഗുരുതരമായ രോഗമുണ്ട്, ട്രംപിന് വലിയ ആയുസ്സൊന്നും ഉണ്ടാവത്തില്ല എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടെന്നോണം വരുന്നുണ്ട്. എന്താണ് ട്രംപിൻ്റെ ആരോഗ്യസ്ഥിതി? എന്താണ് ആശങ്കാകരമായ എന്തെങ്കിലുമായ സ്ഥിതിയുണ്ടോ? അത് 5-6 മാധ്യമങ്ങളിൽ ഓഹരി ഉടമയാണല്ലോ ഈ സോറോസ്. അതുകൊണ്ട് ആ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു. കഴിഞ്ഞ ദിവസം ഈ ഇമ്മാനുവൽ മാക്രോണും ഫ്രഞ്ച് പ്രസിഡന്റ് ട്രംപും തമ്മിൽ ചർച്ച നടന്നല്ലോ. അപ്പൊ വളരെ സൗഹാർദ്ദപരമായ ചർച്ചയായിരുന്നു. അതെ, ആ ചർച്ചയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അവർ തമ്മിൽ സാധാരണഗതിയിൽ എല്ലാവരും ഹസ്തദാനം ചെയ്യും, ആളുകൾ പടം എടുക്കും, കൊടുക്കുകയൊക്കെ ചെയ്യും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ചിത്രം കൊടുക്കാം. ആ രണ്ടുപേര് തമ്മിൽ കൈ കൊടുത്തിരിക്കുന്നത് ഫോക്കസ് ചെയ്തിട്ട് ഈ ആളുകളൊന്നും ഇല്ലാതെ തന്നെ ചിത്രം അച്ചടിച്ചിട്ടുണ്ട്. അതിൽ ട്രംപിന്റെ വലത് കൈയുടെ ഈ കൈപ്പത്തിയിൽ ഒരു പാടുണ്ട്, ഒരു ചെറുതായിട്ടൊരു കറുത്ത നിറത്തിലുള്ള, ഏതാണ്ട് വ്യാപിച്ച് കിടക്കുന്ന പോലെ ഉണ്ടത്. അത് വലിയ മറുക് പോലെ പറയാം. അപ്പോൾ അത് ഗുരുതരമായ അസുഖത്തിന്റെ ഒരു ലക്ഷണമാണ് എന്നാണ് ഈ മാധ്യമങ്ങൾ വാർത്തയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലത് കൈയുടെ പുറത്ത് ഒരു മുറിവുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മളിവിടെ പലരുടെയും കയ്യിൽ കാണുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയുള്ളൂ. 78 വയസ്സ്. അപ്പൊ ട്രംപിന്റെ വയസ്സൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. 78 വയസ്സായി. ബൈഡൻ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നതാണ്, ഏത് ഡീപ് സ്റ്റേറ്റിന്റെ സ്വന്തം പ്രസിഡന്റിന്. അപ്പോൾ മുറിവ് മേക്കപ്പ് കൊണ്ട് മറച്ചാണ് സാധാരണഗതിയിൽ ട്രംപ് നടക്കുന്നത്. ഇപ്പൊ ഈ ഹസ്തദാനം കൊടുത്തപ്പോൾ നമ്മൾ കണ്ടതാണ് എന്നൊക്കെ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. വലിയ അനാരോഗ്യമാണ് ട്രംപിന്, അതിൻ്റെ ലക്ഷണമാണിത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എക്സിൽ പല ആളുകളും പോസ്റ്റുകൾ ഇടാൻ തുടങ്ങി. അതിലൊരാൾ പറഞ്ഞു ഇത് IV ഇടപാടാണ്, അതായത് ഇൻട്രാവീനസ് കത്തീറ്റ കുത്തിവെക്കാനായിട്ട് വെയിനിലേക്ക്, ഞരമ്പിലേക്ക് കുത്തിവെച്ചതിൻ്റെ പാട് ആണിത്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും രക്തം ചോർച്ചയൊക്കെ, ലീക്ക് ഒക്കെ ഉണ്ടായി കാണണം. വേറൊരാൾ പറഞ്ഞു ബ്ലഡ് തിന്നിങ് മെഡിക്കേഷൻ്റെ ആണിത്, അതായത് രക്തം കട്ടുപിടിച്ചിട്ടുണ്ട് ട്രംപിന്, അത് അലിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതൊക്കെ കുറച്ച് കുഴപ്പം പിടിച്ച അസുഖങ്ങളാണ്. അപ്പോൾ അതാണ്, ഇതങ്ങനെയൊന്നുമല്ല, വാർദ്ധക്യമാണ് എന്നൊരാള് എഴുതിയിട്ടുണ്ട്. വയസ്സായല്ലോ, നിറവ്യത്യാസമൊക്കെ ഉണ്ടാവും. എന്റെ മുത്തശ്ശിക്ക് 79 വയസ്സായി. അവരുടെ കയ്യിൽ ഇതുപോലെ ഉണ്ട്, വർഷങ്ങളായിട്ട് ഇതുപോലെ ഒരു പാടുണ്ട്. എന്തായാലും മുത്തശ്ശി നല്ല പയറ് പോലെ ഓടി കിടക്കുന്നു. മുത്തശ്ശി വൃദ്ധയാണ്, ട്രംപും വൃദ്ധനാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റും ഒരാൾ എഴുതിയിട്ടുണ്ട്. വേറൊരാള് ഇത് കർമ്മ ആണ്, ഇംഗ്ലീഷിൽ കർമ്മ എന്നാണല്ലോ പറയുന്നത്. നമ്മള് ഇത് കർമ്മമാണ്, ഇവനിത് അനുഭവിക്കുന്നു പറയുന്നതിന്. ബൈഡന് അയാളുടെ അനാരോഗ്യം നോക്കി പരിഹസിച്ചതിന് ദൈവം കൊടുത്താണ് ട്രംപിന് എന്നൊരാള്. അപ്പോൾ ഓഗസ്റ്റില് മെഡിക്കൽ റെക്കോർഡുകൾ ഞാൻ പരസ്യപ്പെടുത്തുന്ന ട്രംപ് പറഞ്ഞിരുന്നു. എനിക്ക് അസുഖമൊന്നുമില്ല, ബൈഡനെ പോലെ അസുഖമൊന്നുമില്ല, എൻ്റെ മെഡിക്കൽ റെക്കോർഡൊക്കെ ഞാൻ പരസ്യപ്പെടുത്തുന്ന ഓഗസ്റ്റിൽ പറഞ്ഞിരുന്നു. അത് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഗുരുതരമായ രോഗമാണ് ആണ് അടുത്തത്.
അപ്പോൾ ഇതിന് മറുപടി വൈറ്റ് ഹൗസിൽ നിന്ന്, സാധാരണഗതിയിൽ വൈറ്റ് ഹൗസ് ഇതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു പ്രസ് സെക്രട്ടറി വന്നിട്ടുണ്ട്, കരോലിൻ ലീവിറ്റ്. കരോലിൻ ലീവിറ്റിൻ്റെ പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട്. സാധാരണ പ്രസിഡന്റുമാരെ പോലെയല്ല, ഒരുപാട് അമേരിക്കക്കാരുമായിട്ട് കൈപിടിച്ച് കുലുക്കുന്നുണ്ട് ട്രംപ്. അതുകൊണ്ടുണ്ടായ പാടാണ് പത്രക്കുറിപ്പിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊരു പുസ്തകം വന്നിട്ടുണ്ട്. അവിടെ അറിയപ്പെടുന്ന പത്രപ്രവർത്തകൻ മൈക്കിൾ വോൾഫിൻ്റെ, അത് ഇതിനു മുമ്പ് ഇയാൾ 2018 ഒരു ബെസ്റ്റ് സെല്ലർ ഉണ്ടായിരുന്നു. ഇപ്പോഴും ട്രംപിനെ പറ്റിയ പുസ്തകം, ഫയർ ആൻഡ് ഫ്യൂറി ഇൻസൈഡ് ദി ട്രംപ് വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിൻ്റെ അകത്ത് മെലാനി ഭാര്യ ട്രംപിനെ വെറുക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ കണ്ടതാണ്, സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴൊക്കെ അവർ ചേർന്ന് നിൽക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതെ, ഭയങ്കര വെറുപ്പായിരുന്നു. ഭയങ്കര വെറുപ്പാണെന്ന് ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ പുസ്തകത്തിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രസിദ്ധീകരിച്ചവനെതിരെയും കേസ് കൊടുക്കും, ഇവനെതിരെയും കേസ് കൊടുക്കും. ഇതിനെപ്പറ്റി കുറിപ്പുകൾ ഇടുന്ന മാധ്യമങ്ങൾക്കെതിരെയും കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, അമേരിക്കയുടെ ചരിത്രത്തിലെ ബെസ്റ്റ് ഓപ്പണിംഗ് മന്ത് കൊടുത്ത പ്രസിഡന്റാണ് ഞാൻ. ഇതുപോലൊരു പ്രസിഡന്റും ഒരു മാസം. ശരിയാണല്ലേ, ഒറ്റ മാസം കൊണ്ട് ലോകം തന്നെ കിടുങ്ങിപ്പോയി. എന്തെല്ലാം ഇതെല്ലാം അമേരിക്ക ഫസ്റ്റ്, അമേരിക്കയ്ക്ക് ഗുണമുണ്ടാവണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യം നോക്കും. നീ ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, വൈറ്റ് ഹൗസിലെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് പറയാണ്, വെള്ളിയാഴ്ച സെലൻസ്കി വരുന്നുണ്ട്, എനിക്ക് മിനറൽസ് തരാനുള്ള കരാർ ഒപ്പിടാനാണ്. നാളെ ഒപ്പിടും. സെലൻസ്കി പറയുന്നു, ഞാനൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തീരുമാനമൊന്നും ആയിട്ടില്ല എന്ന് പറയുന്നു. അല്ല, അത് ഒപ്പിടാൻ വേണ്ടിയാ പോകുന്നത് എന്തായാലും, അല്ലാതെ അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അത് ഒപ്പിട്ടാൽ മാത്രമേ മറ്റേ വെടിനിർത്തലിനെ പറ്റിയിട്ടുള്ള സംസാരം വരുന്നുള്ളൂ. അപ്പം ബെസ്റ്റ് ഓപ്പണിംഗ് മന്ത് അമേരിക്കയ്ക്ക് കൊടുത്ത ആദ്യത്തെ പ്രസിഡന്റാണ് ഞാൻ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ വ്യാജമായ പുസ്തകങ്ങളൊക്കെ ഓരോ മാപ്രകൾ എഴുതി വിടുന്നു അവര്. എന്നിട്ട് ആ പുസ്തകത്തിൽ മുഴുവൻ അക്കോർഡിംഗ് ടു അനോണിമസ് സോഴ്സസ് എന്നൊക്കെ ആണ് പറയുന്നത്. അജ്ഞാത വൃത്തങ്ങൾ പറയുന്നു, ഓഫ് ദ റെക്കോർഡ് ഇന്നയാൾ പറഞ്ഞു എന്നൊക്കെ. ഓഫ് ദ റെക്കോർഡ് ആണെങ്കിൽ പിന്നെ എഴുതാൻ പാടുണ്ടോ? ഇങ്ങനെയൊക്കെ ആ പുസ്തകത്തിൻ്റെ അകത്ത് ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത്. പുസ്തകത്തിലുള്ള വല്ലാത്ത ആരോപണം, ഈ വധശ്രമം നടന്നല്ലോ ട്രംപിനെതിരെ തെരഞ്ഞെടുപ്പിന് മുമ്പ്. അതെ, അതിനുശേഷം ട്രംപിന്റെ മനോനില തെറ്റി. വാചകങ്ങളൊന്നും പൂരിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല, ഇൻകോഹറന്റ് ആയിരുന്നു. ട്രംപ് പെട്ടെന്ന് ശോഭിക്കുമായിരുന്നു കുറെ നാളുകൾ എന്നൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതാണ് ട്രംപിന് ഇഷ്ടപ്പെടാത്തത്. ട്രംപിന് പ്രാന്ത് വന്ന പോലെയായിരുന്നു പെരുമാറിയിരുന്നത്. നമ്മൾ ട്രംപിന്റെ എത്രയോ വാർത്താ സമ്മേളനങ്ങൾ ആ സമയത്ത് ഒരു കുഴപ്പമില്ല. ഈ കഴിഞ്ഞ ദിവസവും അത് പ്രചാരണ കാലത്തല്ലായിരുന്നോ? പുള്ളി അവിടെ നിന്ന് കൂളായിട്ട് എഴുന്നേറ്റിട്ട് പിന്നെയും പ്രചാരണത്തിൽ പങ്കെടുക്കല്ലേ ചെയ്തത്. സാധാരണ അത്രയും ഇല്ലേ ഒരു ആത്മവീര്യ ആളുകൾക്ക് ഉണ്ടാവില്ല. ഒരു ദേശീയവാദികളായ ആളുകൾ ചെവി തൊട്ടിട്ടല്ലേ പോയത്. അതെ, ദേശീയവാദികളായ ആളുകൾക്കിടയിൽ ട്രംപിന് അനുദിനം പ്രശസ്തി കൂടി വരികയാണ്, ആദരവ് കൂടി വരികയാണ്, ഇഷ്ടം കൂടി വരികയാണ്. ഇതിൽ വല്ലാതെ വിളറിയെടുക്കുന്നുണ്ട് ഡീപ് സ്റ്റേറ്റ്. അതുകൊണ്ട് ട്രംപിനെ എങ്ങനെയെങ്കിലും മാറ്റണം, ട്രംപ് രോഗിയാണ്, ബുദ്ധിസ്ഥിരതയില്ല, മനോനില തെറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരു ക്യാമ്പയിൻ ഇവർക്ക് ആരംഭിക്കേണ്ടതുണ്ട്. ആ കാരണം ബുദ്ധിയില്ലാത്ത, മനോനില ശരിയല്ലാത്ത ഒരാളുടെ തീരുമാനങ്ങളാണെന്ന് സ്ഥാപിച്ചെടുത്ത് അതിനെ എങ്ങനെ അസ്ഥിരപ്പെടുത്താം എന്ന് നോക്കുകയാണ്. ബൈഡന് പോകേണ്ടി വന്നത് ഡീപ് സ്റ്റേറ്റിൻ്റെ ആളാണെങ്കിലും ഈ എന്തൊക്കെയോ പിച്ചുമ്പേയും പറയുന്നുള്ള ഇംപ്രഷൻ ആഗോളമായിട്ട് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തെളിയിക്കപ്പെട്ടു. അത് തെളിയിച്ചു പല സ്ഥലത്ത് വെച്ചും. മറ്റേ സുനിലിനെ കണ്ടു കഴിഞ്ഞാൽ രാമൻകുട്ടി പരിപാടി, ഏതോ പ്രധാനപ്പെട്ട ലോക നേതാവിനെ പേര് മാറ്റി വിളിച്ചു. സെലൻസ്കിയെ തന്നെയാണ്, സെലൻസ്കിയാണ് പേര് മാറ്റി വിളിച്ചത്. അതെ, വേറെ ഏതോ രാജ്യത്ത് പോയിട്ട് ഈ മുമ്പിൽ നിൽക്കുന്ന ട്രംപ് എന്നോ മറ്റോ ഒക്കെ പറഞ്ഞു സെലൻസ്കിയെ. ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ അൺപോപ്പുലറായിട്ട് തോറ്റു എന്ന് ഉറപ്പ് വന്നപ്പോൾ മാറ്റിയതാണ് ബൈഡനെ. പാർട്ടിക്കാർ ആവശ്യപ്പെട്ട് മാറ്റിയതാണ്. മാറില്ല എന്ന് അവസാനം വരെ പറഞ്ഞു. എന്നിട്ട് ആ അവസ്ഥയിലാണ് ട്രംപ് എന്ന് പറഞ്ഞിട്ട് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. അല്ല, ഒരു തമാശ. ഇതെല്ലാം കഴിഞ്ഞ് ട്രംപ് ജയിച്ചപ്പോഴത്തേക്ക് ബൈഡൻ വീണ്ടും പറഞ്ഞു, ഞാനാണെങ്കിൽ ട്രംപ് ജയിക്കില്ലായിരുന്നു. അതും പറഞ്ഞിരുന്നു. അപ്പോൾ
ഇപ്പൊ പിന്നെ ഒരു സാധാരണഗതിയിൽ അവിടെ ഓവൽ ഓഫീസിന്റെ അടുത്തൊക്കെ ഏത് മാധ്യമ പ്രവർത്തകനൊക്കെ ഏത് മാപ്രയൊക്കെ ചെല്ലണമെന്ന് തീരുമാനിച്ചിരുന്നത് ഇൻഡിപെൻഡന്റ് അസോസിയേഷൻ ഓഫ് അമേരിക്കൻ മീഡിയ ഓർഗനൈസേഷൻസ് ആയിരുന്നു. പ്രസ് ക്ലബൊക്കെ തീരുമാനിക്കുന്നത് പോലെ ആണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഇനി മുതൽ ഈ ഓവൽ ഓഫീസിലേക്കൊക്കെ ആര് വരണം എന്ന് വൈറ്റ് ഹൗസ് തീരുമാനിക്കുന്നത്. അല്ല, അതല്ലേ ശരി. വൈറ്റ് ഹൗസിലേക്ക് ആര് വരണമെന്ന് വൈറ്റ് ഹൗസിന്റെ പെർമിഷൻ വേണം. മോദി അതിന് പത്രം മാപ്രകളും ഒന്നും അങ്ങനെ സ്വാഗതം ചെയ്യാറില്ലല്ലോ. ഇല്ല, അതാണല്ലോ മാപ്രകൾക്ക് കണ്ടുകൂടാത്തത്. പണ്ടൊക്കെ പ്രധാനമന്ത്രി വിദേശയാത്രയൊക്കെ പോകുമ്പോൾ വിമാനം നിറച്ച് മാധ്യമപ്രവർത്തകരെ കൊണ്ടുപോയിരുന്നു. പിന്നെ എത്ര ദിവസം ഏതെല്ലാം രാജ്യത്ത് പോകുന്നു അവിടെയൊക്കെ കുടിച്ച് കിടന്ന് മറിഞ്ഞ് കൂത്താടി നടന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടാവും. അത് 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 10 വർഷമായിട്ട് അതിന് അവസരം കിട്ടുന്നില്ല. അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ദില്ലി മാധ്യമ പ്രവർത്തകരുണ്ട്. അതെ, അങ്ങനെ ജീവിച്ചിരുന്ന കുറെ ആളുകളുണ്ട്. അതിൽ കുറെ ആളുകൾ പത്രം ഇല്ലാത്തവരും ഒക്കെ ആയിരുന്നു. അതെ അതെ. ഏതെങ്കിലും തരത്തില് ഈ PR പരിപാടിയൊക്കെ നടന്ന് വേറെ കാര്യങ്ങൾ പത്രപ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനത്തെ ആളുകളൊക്കെ ഈ ജങ്കറ്റില് കയറിക്കൂടി ഇതിന്റെ കൂടെയൊക്കെ അതിന്റെ കൂടെ ഈ ആ സമയത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന ആളോ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആളോ ചെയ്യുന്നത് അയാളുടെ സുഹൃത്തുക്കളെയൊക്കെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. മോദിക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ. ഇല്ല, മോദി പോയി തിരിച്ചു വരും. ദൂരദർശനെ മാത്രം കൊണ്ടുപോകും. ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഉണ്ടാവും. എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും കിട്ടിയുള്ളൂ. ദൂരദർശനും ഉണ്ടാവും. അതെ, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഈ ഭാവനാത്മകമായ കഥകളൊന്നും വേണ്ട കാര്യം. അതെ അതെ. അപ്പൊ അങ്ങനെയാണ്. ഏതായാലും ട്രംപ് 1.5 മാസം തികയ്ക്കും മുമ്പ് തന്നെ ട്രംപ് ഒരുപാട് പേർക്ക് തലവേദനയായിട്ടുണ്ട്. ട്രംപിനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഇറാൻ പരസ്യമായി പറഞ്ഞിരിക്കുന്നു ട്രംപിനെ ഇല്ലാതാക്കുമെന്നാണ്. ഇറാൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഡീപ് സ്റ്റേറ്റിൻ്റെ കൂടെ ആവശ്യമാണ്. അപ്പോൾ ട്രംപിനെതിരെയുള്ള ഭീഷണികൾ അനുദിനം കൂടാനേ പോകുന്നുള്ളൂ. അദ്ദേഹത്തിന് രോഗമാണ് അല്ലെങ്കിൽ മനോനില ശരിയല്ല എന്നൊക്കെ പറയുന്നത് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ആലോചനാപൂർവമല്ല, യുക്തിസഹമല്ല എന്നൊക്കെ ഒരു ഇൻസൈൻ ആയിട്ടുള്ള ഒരാളെടുക്കുന്ന തീരുമാനങ്ങളാണെന്നൊക്കെ പറഞ്ഞാൽ കോടതിയിലൊക്കെ ചലഞ്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ എടുത്ത തീരുമാനങ്ങൾ മുഴുവൻ നാഷണലിസത്തിന്റെ ഭാഗത്ത് നിന്നാണ് ചെയ്തത്. ദേശീയ കാഴ്ചപ്പാടോടെ അനാവശ്യ ചെലവുകൾ മുഴുവൻ ഗംഭീരമായിട്ട് കുറച്ചല്ല. ആ US സൈഡിൽ എല്ലാവരും പിരിച്ചുവിട്ടു. ആകെ 10-15 പേരേ ഉള്ളൂ. പിന്നെ ഈ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഇക്കോ സിസ്റ്റത്തിൽ നിൽക്കുന്നവർക്ക് തോന്നും മസ്ക് പറഞ്ഞിട്ട് ഞാൻ ഒരു മെയിൽ അയക്കും, ഒരാഴ്ചത്തെ അസസ്മെൻ്റ് അയച്ചില്ലെങ്കിൽ രാജിവെച്ചതായി കണക്കാക്കപ്പെടും എന്നൊക്കെ പറയുന്നതിൽ അമേരിക്കയിലെ തൊഴിലാളി സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ ചിലപ്പോൾ ഒരു തിടുക്കം കൂടി പോകുന്നോ എന്നൊരു സംശയം ചിലപ്പോൾ നമുക്കും തോന്നാം. അത് ഒരു ഓഫീസിൽ അവരൊരു AI നിർമ്മിത വീഡിയോ ഉണ്ടാക്കിയിട്ടല്ലോ. ഈ ട്രംപ് എലൻ മസ്കിന്റെ കാലിൽ വീഴുന്ന ഒരു വീഡിയോ കുറച്ച് സെക്കൻഡ് നേരത്തേക്കുള്ളത് അവിടെ മുഴുവൻ പ്രചരിച്ചു. ഇങ്ങനെ കാലിൽ വീണതായിട്ട് AI നിർമ്മിതമാണെന്ന് പിന്നീടാണ് കണ്ടെത്തിയത്. ഇയാൾ മസ്കിന്റെ കാലിൽ വീണ് കിടക്കുന്ന ഒരാളാണെന്ന്. ഈ ഇമെയിലിന്റെ തുടർന്നാണത് ഒരു സർക്കാർ ഓഫീസിൽ അമേരിക്കയിൽ ഉണ്ടായത് ട്രംപിനെതിരെ. ഏതായാലും ട്രംപ് രണ്ടും കൽപ്പിച്ചാണ്. ട്രംപിനെ തീർക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും രണ്ടും കൽപ്പിച്ചാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.